ഇന്ന് നമുക്ക് നല്ല ഒരു ഇടിയിറച്ചിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10-15 പീസ് ആക്കിയതിന് ശേഷം കുക്കറിലിട്ട് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വേണം ചെയ്യാൻ. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് നേരം ഒരു സൈഡ് നമുക്ക് വേവിച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഈ സൈഡ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ഒരു ജാറിൽ ഇത് അടിച്ചെടുക്കണം. ബീഫ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ 2 ടീസ്പൂൺ മുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ പാകവും ഒന്ന് നോക്കണം. ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നല്ല ടേസ്റ്റിൽ ഒരു ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.